Find range and coefficient of range for the following values. Given x values and f values. So കൊടുത്തിരിക്കുന്ന ഒരു discrete series ആണ്. കണ്ടുപിടിക്കേണ്ടത് range coefficient of range ആണ്. We know range is equal to h minus l. Discrete seriesലും same formula തന്നെയാണ്. ഇൻഡിവിജ്വലിനും ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസ് സീരീസിനും സെയിം ഫോർമുലയാണ് എച്ച് മൈനസ് എൽ തന്നെയാണ്. റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ഫ്രീക്വൻസി വാല്യൂസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്രീക്വൻസി വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എക്സ് വാല്യൂസിലെ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും മാത്രം എടുത്താൽ മതിയാകും. സോ ഹിയർ ഹയസ്റ്റ് വാല്യൂ ഇസ് 50 ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഇസ് 10. ദാറ്റ് മീൻസ് റേഞ്ച് ഇസ് ഈക്വൽ ടു 40. Same way, coefficient of range is equal to h minus l divided by h plus l, which is equal to 50 minus 10 divided by 50 plus 10. That is 40 divided by 60. And our final answer is 0.6667. Next question, given class intervals and frequencies. So this is a continuous series. ഇവിടെ നമുക്ക് റേഞ്ചും കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കണം. Again, range is highest value minus lowest value. പക്ഷേ ക്ലാസ് ഇൻ്റർവൽ ആകുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൊടുത്തിരിക്കുന്ന ക്ലാസ് ഇൻ്റർവൽ എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ ആണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽസ്. എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽസ് ആക്കുന്നത്? ഏതെങ്കിലും ഒരു അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, ആ ഡിഫറൻസിൻ്റെ ഹാഫ് എടുക്കുക. ആ കിട്ടുന്ന വാല്യൂ എല്ലാ ലോവർ ലിമിറ്റിൻ്റെയും കൂടെ കുറയ്ക്കുക, എല്ലാ അപ്പർ ലിമിറ്റിൻ്റെയും കൂടെ കൂട്ടുക. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ക്ലാസ് ഇൻ്റർവൽസ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് അപ്പർ ലിമിറ്റ് 4 ആണ്, നെക്സ്റ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ ദർ ഡിഫറൻസ് ഇസ് 2. ആ 2ൻ്റെ ഹാഫ് എടുക്കുക, ദാറ്റ് ഇസ് 1. ഈ പറയുന്ന 1 നമ്മൾ എല്ലാ ലോവർ ലിമിറ്റിൻ്റെയും കൂടെ കുറയ്ക്കണം, അതേപോലെ തന്നെ എല്ലാ അപ്പർ ലിമിറ്റിൻ്റെയും കൂടെ കൂട്ടുകയും വേണം. സോ ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവൽ എങ്ങനെ വരും? 2 minus 1, that is 1, to 4 plus 1, that is 5. So first class interval becomes 1 to 5. Second one എങ്ങനെ വരും? 6 minus 1, that is 5 to 8 plus 1, 9. Same way, next class interval will be 9 to 13, and 13 to 17, and 17 to 21. ഫ്രീക്വൻസീസിന് മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ. സോ ഇപ്പം നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവലായി ഇനിയും ഫ്രീക്വൻസികൾ നോക്കണ്ട, എക്സ് വാല്യൂസ് മാത്രം നോക്കുക. അതായത് ഈ ക്ലാസ് ഇൻ്റർവലിൻ്റെ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും മാത്രം എടുത്താൽ മതി. സോ റേഞ്ച് ഇസ് എച്ച് മൈനസ് എൽ, ആൻഡ് ദാറ്റ് ഇസ് highest value is 21 minus lowest value is 1. So range is 20. Same way, coefficient of range is equal to h minus l divided by h plus l, that is 21 minus 1 divided by 21 plus 1, which is 20 by 22, and our answer is 0.9091. Our second measure of dispersion is called quartile deviation. Interquartile range is the difference between third quartile and first quartile, that is Q is equal to Q3 minus Q1. Its half is called quartile deviation. So we are taking the half of interquartile range. That's why quartile deviation is also called semi-interquartile range. Q3 minus Q1 എന്ന് പറയുന്നത് interquartile range ആണ്. അതിൻ്റെ പകുതിയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ റേഞ്ചിനെക്കാട്ടിലും കുറെ കൂടെ ആക്യുറേറ്റ് ആണ്. So it is far better than range or coefficient of range. Quartile deviation എന്ന് പറയുന്നത് Q3 minus Q1 divided by 2 ആണ്. Same way, its corresponding relative measure is found by the formula
Q3 minus Q1 divided by Q3 plus Q1, where Q3 is the third quartile and Q1 is the first quartile. Quartiles കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എല്ലായിടത്തും സെയിം ഫോർമുല തന്നെയാണ്. പക്ഷേ Q1 and Q3 will vary according to each series. ഓരോ സീരീസിലെയും Q1ഉം Q3യും കണ്ടുപിടിക്കുക. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിലെ ക്വാർട്ടൈൽസിന്റെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിലെ Q1ഉം Q3യും കണ്ടുപിടിക്കുക. കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ കണ്ടിന്യൂസ് സീരീസിലെ Q1ഉം Q3യും കണ്ടുപിടിക്കുക. Q1ഉം Q3യും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ക്വാർട്ടൈൽ ഡിവിഷൻ നമുക്ക് Q3 minus Q1 divided by 2 എന്ന ഫോർമുല ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. സെയിം വേ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡിവിഷൻ എന്ന് പറയുന്നത് Q3 minus Q1 divided by Q3 plus Q1. Find quartile deviation. 20, 32, 17, 11, 27, 9 and 30. Clearly this is an individual series. So നമുക്ക് വേണ്ടത് ക്വാർട്ടൈൽ ഡിവിഷൻ ആണ്. ക്വാർട്ടൈൽ ഡിവിഷന്റെ ഫോർമുല എന്താണ്? QD is equal to Q3 minus Q1 divided by 2. So first we need to find out Q3 and Q1. Quartiles എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ കാണുന്നത്? First arrange them in ascending order. 9, 11, 17, 20, 27, 30 and 32. So ascending order arrange ചെയ്തു. ഇനി എന്താണ് Q1 എന്ന് പറയുന്നത്? Q1 is size of n plus 1 by 4th item. n ഇവിടെ 7 ആണ്. So 7 plus 1, 8. 8 by 4 is 2. That means size of second item. Size of second item എന്ന് പറയുന്നത് 11 ആണ്. That means Q1 is 11. Similarly, Q3 is size of 3 into n plus 1 by 4th item. n plus 1 by 4 എന്ന് പറയുന്നത് 2 ആണ്. So 3 into 2, 6. Sixth item ആണ് Q3. Sixth item ഏതാണ്? 30. So Q3 is 30. Now we can easily find what is quartile deviation. 30 minus 11 divided by 2. 30 minus 11 is 19 divided by 2 and that is 9.5. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡിവിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. Q1 and Q3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. Q1 is 11 and Q3 is 30. So what is the formula for coefficient of quartile deviation? Coefficient of quartile deviation is equal to Q3 minus Q1 divided by Q3 plus Q1. That is 30 minus 11 divided by 30 plus 11. 30 minus 11 നമ്മൾ ഓൾറെഡി കണ്ടു 19 ആണ്. 19 divided by 41 and that is 0.4634. This is our corresponding coefficient of quartile deviation.